ഹലോ ഫോർത്തിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പബ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ യൂണിറ്റ് അങ്ങനെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അതായത് യൂണിറ്റ് 7 പബ്ലിക്കേഷൻസ്. ഈ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ മലയാളം വേർഡ് പ്രസിദ്ധപ്പെടുത്തുക എന്നൊക്കെയാണ് അല്ലേ. അതായത് നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നത് എന്താ? എപ്പോഴും ന്യൂസ് ഒക്കെയാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അത് പത്രത്തിൽ കൂടെ ആകാം, ജേർണൽസിൽ കൂടെ ആകാം. ഇപ്പം നമ്മൾ പല പല ചാനൽസ്, മീഡിയ ഒക്കെ ഉണ്ട്, അതിൽ കൂടെയൊക്കെയാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അറിയേണ്ടത്, റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ചില കാര്യങ്ങളിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പഠിക്കേണ്ടി വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്നത് എന്താണ് പ്രസിദ്ധപ്പെടുത്തൽ, അല്ലെങ്കിൽ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, അത് ജേർണൽസിൽ കൂടെയോ ന്യൂസ് പേപ്പറിൽ കൂടെയോ ഒക്കെയാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണൽസ് എന്തൊക്കെയാണ്, പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ജേർണൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, റിസർച്ച് ആർട്ടിക്കിൾസ്, ഇതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ്. പിന്നെ റിസർച്ച് അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ബേസിക് തിങ്സ് മാത്രമേ നിങ്ങളിത് പഠിക്കുന്നുള്ളൂ. കുറേ കൂടെ PG ലെവലിൽ പോകുമ്പോഴേ അതിനെക്കാട്ടി കൂടുതലായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ അവിടെ അല്ലേ നമ്മൾ കൂടുതലായിട്ട് തീസിസ് എഴുതുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക് തിങ്സ് മാത്രം നിങ്ങൾക്കിത് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന യൂണിറ്റിൽ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ മീനിങ്. അതായത് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പബ്ലിക്കേഷൻ റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് പബ്ലിഷിംഗ്. അതതിൻ്റെ സിംപ്ലസ്റ്റ് മീനിങ്ങാണ്. അതായത് പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ കുറേ കൂടെ ഇലാബറേറ്റ് ആയിട്ട്, കുറേ കൂടെ മീനിങ് ഫുൾ ആയിട്ട് വരുന്നത്, പബ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോപ്പീസ് ടു ദ ജനറൽ പബ്ലിക് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഓതർ. അത് എഴുതിയിരിക്കുന്ന ആളാരാണോ അവരുടെ കൺസെൻറ്റോട് കൂടി ഒരു മാറ്റർ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന്, പബ്ലിക്കിനെ അറിയിക്കുന്നതിനാണ്, അതിൻ്റെ കോപ്പി എടുത്ത് പബ്ലിക്കിനെ അറിയിക്കുന്നതിനാണ് നമ്മൾ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് അതൊരു എഴുതുന്ന ഒരാളായിരിക്കും, ആളിൻ്റെ പെർമിഷൻ എടുത്ത് അതിൻ്റെ ആ ബുക്കിൻ്റെ പല കോപ്പീസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ മേടിച്ച് അത് പബ്ലിക്കിന് അല്ലെങ്കിൽ അത് ആവശ്യക്കാർക്ക് കൊടുക്കുക, പ്രസിദ്ധപ്പെടുത്തുക. So that is why it is defined as the distribution of copies to the general public with the consent of the author. ഓക്കെ, എൻ്റെ വേറൊരു ഡെഫിനിഷൻ കൂടെ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്ഷൻ ഇൻ ടാഞ്ചിബിൾ ഫോം ആൻഡ് ദ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ പബ്ലിക് ഓഫ് കോപ്പീസ് ഓഫ് എ വർക്ക് ഫ്രം വിച്ച് ഇറ്റ് ക്യാൻ ബി റെഡ് ഓർ വിഷ്വലി പെർസീവ്ഡ്. അതായത് ഇത് ഇച്ചിരി പറഞ്ഞാൽ നമ്മൾ വിഷ്വലി പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. വിഷ്വലി പെർസീവ് ചെയ്യാൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പെട്ടെന്ന് അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു വർക്കാണെങ്കിൽ ആ വർക്കിൻ്റെ കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ അക്സസിബിളായിട്ട്, അതായത് വിഷ്വലി അല്ലെങ്കിൽ അക്സസിബിൾ ആക്കത്തക്കവണ്ണം രീതിയിൽ കിട്ടുന്ന പ്രവർത്തിക്കും നമുക്ക് പബ്ലിക്കേഷന് പറയാം. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്ഷൻ ഇൻ ടാഞ്ചിബിൾ ഫോം എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന തരത്തിൽ, അതാണ് ടാഞ്ചിബിൾ ഫോം എന്ന് പറഞ്ഞാൽ, കിട്ടാവുന്ന തരത്തിലാക്കിയിട്ട്, ആൻഡ് ജനറൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അത് വാങ്ങിക്കാം അല്ലെങ്കിൽ അത് അവൈലബിൾ ആക്കാം എന്നുള്ള തരത്തിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ആക്കിയെടുക്കുന്നത്. എങ്ങനെയാണ്? കോപ്പീസ് പ്രസിദ്ധീകരിച്ച് അല്ലേ. എന്തിൻ്റെ കോപ്പിയാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഒരു വർക്കിൻ്റെ കോപ്പി. അത് പുസ്തകമാകാം, ജേർണലാകാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറാകാം, എന്തുമാകാം. ഓക്കെ, അതിന് ഒരു ഓതറോ അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടൊരു പേഴ്സണും കാണുമല്ലോ. ഓക്കെ, ഇപ്പോൾ തന്നെ പത്രമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിന് ഒരു അതോറിറ്റി ഉണ്ടല്ലോ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഇപ്പം മനോരമയായാലും മാതൃഭൂമി ആയാലും കേരള കൗമുദി ആയാലും എന്തായാലും പത്രം പ്രസിദ്ധീകരിക്കുന്നത് അതിന് പത്രത്തിൻ്റെ പത്രാധിപരുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പുസ്തകമാണെങ്കിൽ പുസ്തകം എഴുതിയ ആൾക്കാരുണ്ട്, ഓതറുണ്ട്. അപ്പോൾ എന്തായാലും അത് പബ്ലിക്കിൻ്റെ ഇടയിൽ കിട്ടത്തക്കവണ്ണം, അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അതുണ്ടാക്കി പ്രസിദ്ധീകരിക്കുന്നതിനാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ്ങും ഡെഫിനിഷനും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി ജേർണൽസ് എടുക്കുക. ഈ ജേർണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേർണൽസ് ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ഇവൻറ്റ്സ് ഓർ ബിസിനസ്. അതായത് ഒരു വ്യക്തിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബിസിനസ് പറഞ്ഞാൽ ഒരു വർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞേക്കുന്നത്. ബിസിനസ് ഓർ ഇവൻറ്റ്സ് അതിനെ റെക്കോർഡ് ചെയ്യുന്നത്, ഡെയിലി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നതിനാണ് ജേർണൽസ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ ഫോം. അതല്ലെങ്കിൽ വേറെ കുറച്ച് കൂടെ പറഞ്ഞാൽ, എനി പബ്ലിക്കേഷൻ ഇഷ്യൂഡ് അറ്റ് സ്റ്റേറ്റഡ് ഇൻ്റർവെൽസ് ആർ ഓഫൺ കോൾഡ് ആസ് ജേർണൽ.
എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കലാകാം, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലാകാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലാകാം, അല്ലെങ്കിൽ പിന്നെ വർഷത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ്. അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് ജേർണൽസിന്. അല്ല, ഇപ്പം തന്നെ നമ്മൾ മാഗസീൻ എന്ന് പറയുമ്പോൾ മാസത്തിലൊന്നാകുമ്പോഴല്ലേ, അതല്ലാതെ 2 മാസത്തിലൊരിക്കൽ പിന്നെ അതിന് മാഗസീൻ എന്നുള്ള പേരല്ല, അതിന് വേറെ പേരാണ് ഉള്ളത്. മാഗസീൻ മീൻസ് കൺസേൺ വിത്ത് എ മന്ത്. അതുപോലെ തന്നെ വീക്ക്ലി പബ്ലിക്കേഷൻ ആകാം, 2 ആഴ്ചയിലൊരിക്കൽ ബൈ വീക്ക്ലി ആകാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എനി പബ്ലിക്കേഷൻ ഈസ് ഇഷ്യൂഡ് അറ്റ് സ്റ്റേറ്റഡ് ഇൻ്റർവെൽസ് ആർ ഓഫൺ കോൾഡ് ജേർണൽസ്. ഓക്കെ, ഈ എഴുത്ത് പ്രതികൾ സമയാനുസൃതമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനാണ് ജേർണൽസ് എന്ന് പറയുന്നത്. പിന്നെ പക്ഷേ അക്കാഡമിക്കലി നോക്കുവാണെങ്കിൽ ഇൻ അക്കാഡമിക് യൂസ് എ ജേർണൽ റെഫേഴ്സ് ടു എ സീരിയസ് സ്കോളർലി പബ്ലിക്കേഷൻ മോസ്റ്റ് ഓഫൺ പിയർ റിവ്യൂ. മനസ്സിലായി? ഫോർ പിയർ റിവ്യൂ. അതായത് നമ്മളിപ്പം PG സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണെങ്കിൽ ആ ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടി പ്രത്യേകം ജേർണൽസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേക സംഘടനയുടെ പേര്, ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ജേർണൽ, അവരുടേതായ അക്കാഡമിക്കലായിട്ടൊരു ജേർണൽ ഉണ്ടാകാം, അല്ലേ? അപ്പോൾ അത് ഇൻ അക്കാഡമിക് യൂസ്, അത് അതായത് പഠിത്തത്തെയോ അല്ലെങ്കിൽ അവരുടെ അവരുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കോമൺ നോളജ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പർപ്പസ്. അതാണ് പറയുന്നത് ഇൻ അക്കാഡമിക് യൂസ് എ ജേർണൽ റെഫേഴ്സ് ടു എ സീരിയസ് സ്കോളർലി പബ്ലിക്കേഷൻ മോസ്റ്റ് ഓഫൺ ടു ദ ഫോർ ദ പർപ്പസ് ഓഫ് ദി പിയർ ഗ്രൂപ്പ്. അതാണ് അക്കാഡമിക് എന്ന് അല്ലെങ്കിൽ ജേർണലിനുള്ളതിൻ്റെ പല അർത്ഥങ്ങൾ. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ജേർണൽസ് ഉണ്ടെന്ന് നോക്കാം. ജേർണൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്: ഓപ്പൺ ആക്സസ് ജേർണൽ, പബ്ലിക് ജേർണൽസ് ആൻഡ് ബിസിനസ് ജേർണൽ. ഇങ്ങനെ 3 തരം ജേർണൽസാണ് ഉള്ളത്. ഓപ്പൺ ആക്സസ് ജേർണൽ എന്ന് പറഞ്ഞാൽ ദേ ആർ സ്കോളർലി ജേർണൽസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദ റീഡർ വിതൗട്ട് ഫൈനാൻഷ്യൽ ഓർ അതർ ബാരിയർ, സം ഓഫ് വിച്ച് ആർ സബ്സിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടുന്നതും, അത് ചിലപ്പം വില കൊടുക്കേണ്ട ആവശ്യമില്ല, ചിലപ്പം സബ്സിഡൈസ്ഡ് വില കൊടുക്കണമായിരിക്കും. അത് സ്കോളർലി ജേർണൽസ് ആയിട്ട് ദാറ്റ് ആർ അവൈലബിൾ ടു ദ റീഡർ വിതൗട്ട് ഫൈനാൻഷ്യൽ ഓർ അതർ ബാരിയേഴ്സ്. ഓക്കെ, അതാണ് ഓപ്പൺ ആക്സസ് ജേർണൽ എന്ന് പറഞ്ഞാൽ. പിന്നെ പബ്ലിക് ജേർണൽ എന്ന് പറഞ്ഞാൽ എ റെക്കോർഡ് ഓഫ് ഡേ ബൈ ഡേ ഇവൻറ്റ്സ് ഇൻ എ പാർലമെൻറ്റ് ഓർ കോൺഗ്രസ്. അതായത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പാർലമെൻറ്റിൻ്റെയോ ഒക്കെ അവർ പ്രസിദ്ധീകരിക്കുന്ന ജേർണൽസിനെ പബ്ലിക് ജേർണൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്തത് ബിസിനസ് ജേർണൽസ് ആണ്. ദിസ് ഈസ് ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ദ ഫസ്റ്റ് ടൈം ദേ ആർ പ്രോസസ്ഡ്. അതായത് ബിസിനസ് ജേർണലിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് കൂടുതൽ അവരുടെ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണോ നടത്തുന്നത് അത് അവർ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബിസിനസ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരം ജേർണൽസാണുള്ളത്: ഓപ്പൺ ആക്സസ് ജേർണൽ, പബ്ലിക് ജേർണൽസ് ആൻഡ് ബിസിനസ് ജേർണൽസ്. 3 തരം. ഓക്കെ, ഇനി നമുക്ക് ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇൻ ജേർണൽ ആൻഡ് ന്യൂസ് പേപ്പർ. അതായത് ജേർണൽസിൽ എഴുതുന്നതിനും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ എഴുതുന്നതിനും ചില ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ചുമ്മാതെ ആർക്കും എന്തും എഴുതി വിടാൻ, ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ എഴുതി വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പറയുന്നത് ദെയർ ആർ സർട്ടൻ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇൻ ജേർണൽസ് ഓർ ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, അത് നോക്കിയാൽ ദ ആർട്ടിക്കിൾ ഷുഡ് ബി ഒറിജിനൽ, ഷുഡ് നോട്ട് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ഓർ സെൻഡ് ഫോർ പബ്ലിക്കേഷൻ എനിവെയർ എൽസ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് കൊടുക്കുന്നത് ഒറിജിനൽ തന്നെ കൊടുക്കണം. തന്നെയല്ല, ഗൈഡ് ലൈൻസിൽ പറയുന്ന ജേർണൽസ് ഇടാനുള്ള എന്താണോ എഴുതിയേക്കുന്നത് അത് ഒറിജിനലായിട്ട് കൊടുക്കണം. തന്നെയല്ല, ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ പബ്ലിഷ്ഡ് അത് നേരത്തെ പബ്ലിഷ് ചെയ്തതാവരുത്. ഒരിക്കൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ, അത് നേരത്തെ പബ്ലിഷ് ആകരുത്. പിന്നെ ഈ കൊടുക്കുന്നിടത്തല്ലാതെ വേറെ എങ്ങും ഇത് പബ്ലിഷ് ചെയ്യാനും കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി സെൻഡ് ടു പബ്ലിക്കേഷൻ ഫോർ എനിവെയർ എൽസ് എന്നുള്ള വേർഡ് വിട്ടുപോയേക്കാം, എനിവെയർ എൽസ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ. ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് ദ ആർട്ടിക്കിൾ ഷുഡ് ബി ഒറിജിനൽ, ഷുഡ് നോട്ട് ഹാവ് സെൻഡ് പബ്ലിഷ്ഡ്, നേരത്തെ പബ്ലിഷ് ചെയ്തതായിരിക്കരുത്. തന്നെയല്ല, വേറെ ഇവിടെ ഒരിടത്ത് കൊടുക്കുമ്പോൾ വേറൊരിടത്തും കൂടി ഇത് കൊടുക്കാൻ പാടില്ല. ഒരിടത്ത് മാത്രമേ ഇതിനു വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഹെഡിങ് ഓഫ് ദി ആർട്ടിക്കിൾ മസ്റ്റ് ബി ടൈപ്ഡ് എലോങ് വിത്ത് ഓതേഴ്സ് നെയിം ആൻഡ് ഒഫീഷ്യൽ ടൈറ്റിൽ. അതായത് ജേർണൽസിൽ കൊടുക്കേണ്ട ഹെഡിങ്സ് ഓഫ് ദി ആർട്ടിക്കിൾ ഷുഡ് ബി ടൈപ്ഡ് ആൻഡ് എലോങ് വിത്ത് ഓതേഴ്സ് നെയിം ആൻഡ് ഒഫീഷ്യൽ ടൈറ്റിൽ. അതാരാണോ എഴുതുന്നത് അവരുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
അത് സെക്കൻഡ് ഗൈഡ് ലൈൻ. ദെൻ അനദർ വൺ ഈസ് ദ പേജസ് ഓഫ് ദി ആർട്ടിക്കിൾ ഷുഡ് ബി നമ്പേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് പേജ് 1. ദ ലാസ്റ്റ് പേജ് ഷുഡ് ഹാവ് ബിസൈഡ്സ് ദ പേജ് നമ്പർ ദ വേർഡ് ലാസ്റ്റ്. അതായത് ആ പേജ് നമ്പറിന് പ്രത്യേകത ഉണ്ടാകണം. അതായത് എങ്ങനെയാണ് പേജ് ഇട്ടുണ്ടായിരുന്നത് അതിൽ പറഞ്ഞേക്കുന്നത്. അതായത് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ ഷുഡ് ബി നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1. അപ്പോൾ എത്ര പേജ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. നമുക്കറിയാമല്ലോ, പുസ്തകത്തിൽ നമ്മൾ പേജ് നമ്പർ വരുമ്പോൾ പേജ് 1, 2 അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ പേജിന് ആദ്യത്തെ പേജിന് 1 ഇടണം. എന്നിട്ട് അവസാനത്തെ പേജ് ഏത് നമ്പറാണോ, ഇപ്പം 50 പേജുള്ള ഒരു ബുക്കാണെങ്കിൽ 1 എഴുതി 50 വരെ പേജ് 50ാമത്തെ പേജിന് താഴെ ലാസ്റ്റ് എന്നും കൂടെ എഴുതിയിരിക്കണമെന്ന്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് അതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു പുസ്തകത്തിൻ്റെ കൂടെ വേറെ എവിടുന്നോ പേജ് വന്ന് ആഡഡ് ആകാൻ പാടില്ല, ആ ഓതർ അറിയാതെ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ പേജിന് 1 നമ്പർ ഇട്ടിട്ട് അവസാനത്തെ പേജ് എത്രയുണ്ടോ അവസാനത്തെ പേജിനോട് ചേർന്ന് ലാസ്റ്റ് എന്നും കൂടെ എഴുതിയിട്ടുണ്ടാവണമെന്ന്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പേജ് ഓഫ് ദ ജേണൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് വേറെ ഒരു ഗൈഡ് ലൈൻ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു എത്ര പേജുള്ള ബുക്കാണെന്ന് ഇത് അയക്കുന്ന ആളിന് അവയർനെസ് പ്രോപ്പർലി ഉണ്ടാകണം. അത് വായിക്കുന്നവർക്കും അറിയണം ഇത് ലാസ്റ്റ് പേജാണ്. കാരണം അതിന് ശേഷം വേറെ ഏതെങ്കിലും പേജിൻ്റെ ഈ ബുക്കിനോട് ആഡ് ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ലാസ്റ്റ് എന്നുള്ള വേർഡ് എഴുതുന്നത്. ഓക്കെ, പിന്നെ അപ്പം നമ്പറിങ് മനസ്സിലായല്ലോ. ദെൻ ദ ആർട്ടിക്കിൾ ഷുഡ് നോട്ട് ബി ടു ലോങ്. വളരെ വലുതാകരുത് ആർട്ടിക്കിൾ. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 3000 വേർഡ്സ്. അതായത് 3000 വേർഡ്സിൽ കൂടുതലുള്ള ജേണൽ എഴുതാൻ പാടില്ല. അല്ല, മാക്സിമം വേർഡ്സ് അത്രേ പാടുള്ളൂ. എത്രയാണ്? 3000. അതിൽ കൂടുതൽ ലോങ് ആയിട്ടുള്ള ജേണൽസിൽ പാടില്ല. പിന്നെ അടുത്തത്, എഡിറ്റ് ദ ആർട്ടിക്കിൾ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ടു ദ റിക്വസിറ്റ് ലെങ്ത് ബിഫോർ സെൻഡിങ് ഇറ്റ് ഫോർ പബ്ലിക്കേഷൻ. അതായത് ഒരു ജേണൽ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണം. അതായത് അത് ചുരുക്കി പറയുന്നത്ര ഈ 3000 വേർഡ്സിൽ അപ്പുറം പോകാത്ത രീതിയിൽ അത് ഉണ്ടാക്കിയതിന് ശേഷമേ പബ്ലിക്കേഷന് വിടാൻ പാടുള്ളൂ. മനസ്സിലായോ? എഡിറ്റ് ദ ആർട്ടിക്കിൾ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ടു ദ റിക്വസിറ്റ് ലെങ്ത് ബിഫോർ സെൻഡിങ് ഇറ്റ് ഫോർ പബ്ലിക്കേഷൻ. അപ്പോൾ പബ്ലിക്കേഷന് വിടുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന പേജ് നമ്പർ പ്രോപ്പർലി ആണോ ഇട്ടേക്കുന്നത്, എത്ര വേർഡാണോ മാക്സിമം പറഞ്ഞേക്കുന്നത്, അതിൽ കൂടാൻ പാടില്ലാത്ത തരത്തിൽ അത് എഡിറ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ. ഓക്കെ, പിന്നെ അടുത്തത്, സെൻഡ് ഓൺലി 1 ആർട്ടിക്കിൾ അറ്റ് എ ടൈം. ദ സബ്സിക്വൻറ്റ് ആർട്ടിക്കിൾ ഷുഡ് ബി സെൻഡ് ഓൺലി ആഫ്റ്റർ ദ ഏർലിയർ ആർട്ടിക്കിൾ ഹാസ് ബീൻ പബ്ലിഷ്ഡ്. അപ്പോൾ അത് ഒരുപാട് ആർട്ടിക്കിൾ ഒന്നിച്ച് അയക്കരുത്. ഒരു ആർട്ടിക്കിൾ അയച്ച് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമേ അടുത്ത ആർട്ടിക്കിൾ അയക്കാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പിന്നെ അടുത്തത് വേറെ ഒരു ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ, ദ പേഴ്സൺ സെൻഡിങ് ദ അബ്സ്ട്രാക്ട് മസ്റ്റ് ഗിവ് ദ നെയിം ഓഫ് ഹിസ് ഓർ ഹെർ ഗൈഡ് ഇഫ് ഹി ഓർ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ദ സ്റ്റഡി മസ്റ്റ് ബി ഫോർവേഡഡ് ബൈ ദ പ്രിൻസിപ്പാൾ. അതപ്പോൾ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള തീസിസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അബ്സ്ട്രാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ, അതായത് അതിനകത്ത് ആദ്യമേ അതിൻ്റെ ഗൈഡിൻ്റെ പേരുണ്ടാകണം. ഒരു ഗൈഡ് കാണുമല്ലോ, ഗൈഡിൻ്റെ പേരുണ്ടാകണം. അതുകൂടാതെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ജേണൽ ആർട്ടിക്കിൾ ആണെങ്കിൽ അത് പ്രിൻസിപ്പൾ എപ്പോഴും ഫോർവേഡ് ചെയ്തിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പൾ ഫോർവേഡ് ചെയ്ത് വേണം അത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് പറയുന്നത്, ദ പേഴ്സൺ സെൻഡിങ് ദ അബ്സ്ട്രാക്ട് മസ്റ്റ് ഗിവ് ദ നെയിം ഓഫ് ഹിസ് ഓർ ഹെർ ഗൈഡ് ഇഫ് ഹി ഓർ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ദ സ്റ്റഡി മസ്റ്റ് ബി ഫോർവേഡഡ് ബൈ ദ പ്രിൻസിപ്പൾ. ഓക്കെ, പിന്നെ റിസർച്ച് അബ്സ്ട്രാക്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ഇൻ നോട്ട് മോർ ദാൻ 200 വേർഡ്സ്. അതായത് അബ്സ്ട്രാക്റ്റിന് 200 വേർഡ്സിൽ കൂടുതലുണ്ടാകാൻ പാടില്ല. അതൊരു ബ്രീഫ് കൺസൈസ് നോട്ട് ഓഫ് ദി സ്റ്റഡിയൊക്കെ ആയിരിക്കും അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 200 വേർഡിൽ കൂടുതൽ പാടില്ല. മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞതിനകത്ത് ജേണലിൽ 3000 വേർഡ്സ് ആകാം. അത് ടോട്ടൽ എല്ലാ ചാപ്റ്ററും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ കാണുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം കൺസൈസ്ഡ് ഫോമാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രോജക്റ്റിൻ്റെയൊക്കെ അബ്സ്ട്രാക്റ്റ് എന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയുടെ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞതിനകത്ത് അത് വളരെ കൺസൈസ്ഡ് ആകണം. 200 വേർഡ്സിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇനിയും റിസർച്ച് ആർട്ടിക്കിളിൻ്റെ കാര്യം പറഞ്ഞാലും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതൊന്നുകൂടി ഇവിടെ സ്ട്രെസ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒറിജിനൽ qualitative research papers are published under this section. Then the maximum word limit for research article is 3000 words including the reference and abstract. അതിനകത്ത് അവർ പറയുന്നത് റെഫറൻസും, അതായത് കണ്ടൻറ്റ് മാത്രമല്ല, റെഫറൻസും അബ്സ്ട്രാക്റ്റും എല്ലാം കൂടെ ചേർന്ന് 3000 വേർഡ്സിൽ കൂടാൻ പാടില്ല. പിന്നെ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചേർഡ് ആൻഡ് ഷുഡ് ബി
ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 200 വേർഡ്സ്. അപ്പം മാക്സിമം വേർഡ്സ് ഇൻ ദി റിസർച്ച് ആർട്ടിക്കിൾ ഷുഡ് ബി 3000 ആൻഡ് അതിൻ്റെ അബ്സ്ട്രാക്റ്റിനകത്ത് 200 വേർഡ്സുമേ പാടുള്ളൂ. അപ്പോൾ അതാണ് റിസർച്ച് ആർട്ടിക്കിളിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഒരു ഫോർമാറ്റ് ഓഫ് റിസർച്ച് അബ്സ്ട്രാക്റ്റ്. അപ്പോൾ നമ്മളൊരു റിസർച്ച് അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമേ ഇൻട്രഡക്ഷൻ ഉണ്ടാവണം. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ പ്രോജക്റ്റിനകത്ത് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്. അതായത് ആദ്യം ഇൻട്രഡക്ഷൻ ഉണ്ടാകണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റഡി, പിന്നെ റിലവൻറ്റ് ലിറ്ററേച്ചർ റിവ്യൂ വേണം, മെത്തഡോളജി, ഫൈൻഡിങ്സ്, ഡിസ്കഷൻ, പിന്നെ കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഇത്രയാണ് ഫോർമാറ്റ് ഓഫ് റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്തപ്പം ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റഡി ഉണ്ട്, പിന്നെ റിലവൻറ്റ് ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവണം, മെത്തഡോളജി ഉണ്ടാകണം, ഫൈൻഡിങ്സ് ഉണ്ടാകണം, പിന്നെ ഡിസ്കഷൻ ആൻഡ് ഫൈനലി എല്ലാ ആവശ്യമുണ്ടെങ്കിൽ കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഫോർമാറ്റ് ഫോർ റിസർച്ച് അബ്സ്ട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ബ്രീഫായിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ്. ആദ്യമേ ഈ യൂണിറ്റ് തന്നെ ആകെ 3 അവറിൻ്റെ ഒരു യൂണിറ്റ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇപ്പോൾ ഇപ്പോൾ അവസാനം പഠിച്ച പബ്ലിക്കേഷൻ ഓഫ് ജേർണൽ ആൻഡ് ന്യൂസ് പേപ്പറാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ പുസ്തകം ഒന്ന് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ജേർണൽസിന് നമുക്ക് ആവശ്യമുള്ള ജേർണൽസിൻ്റെ പേരൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ പുസ്തകത്തിൽ നോക്കിയാൽ മതി. അതായത് നമുക്കറിയാം ഏതൊക്കെ ജേർണൽസാണ് നമ്മൾ വരുത്തുന്ന ഇന്ത്യൻ ജേർണൽ ഓഫ് പീഡിയാട്രിക്സ്, അങ്ങനെ കുറേ ജേർണൽസൊക്കെ കോളേജിൽ വരുത്താറുണ്ടല്ലോ. ആ ജേർണൽസിൻ്റെ പേരാണ്, അതായത് റെക്കമെൻഡഡ് ജേർണൽസ്. ഓക്കെ, നിങ്ങൾ ലൈബ്രറി ചെല്ലുമ്പം കാണാറില്ലേ ജേർണൽസ് കോളേജിൽ നമ്മൾ വരുത്തുന്നതൊക്കെ? ആ ജേർണൽസിൻ്റെ പേര് കുറേ എണ്ണം എഴുതിയാൽ മതി. അപ്പം നമുക്ക് സം ഇമ്പോർട്ടൻറ്റ് ജേർണൽസ് വിച്ച് യു ആർ അവെയർ ഓഫ്. ഓക്കെ, അതായത് അതിനകത്ത് 1-2 ഞാൻ പറഞ്ഞുതരാം. അതായത് നൈറ്റിംഗേൽസ് നേഴ്സ് ടൈം, ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ്, ദെൻ ജേർണൽ ഓഫ് നഴ്സിംഗ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജേർണൽ ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ്, then trends in nursing administration and education, then Asian Journal of Cardiovascular Nursing, then Indian Journal of Nursing Studies, Nursing Trends. ഇങ്ങനെ ഒരുപാട് ജേർണൽസ് ഉണ്ട്. നമുക്ക് ആ ജേർണൽസിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിഷ്യലായിട്ടുള്ള പല ജേർണൽസും നമ്മുടെ ലൈബ്രറിയിലൊക്കെ വരുത്താറുണ്ട്. എല്ലാ ജേർണൽസ്, പിന്നെ ഇൻ്റർനാഷണൽ ജേർണൽസും ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് വേറെ ചില ജേർണൽസാണ് അമേരിക്കൻ ജേർണൽ ഓഫ് നഴ്സിംഗ്, ഹെൽത്ത് ആൻഡ് പോപ്പുലേഷൻ, ഇന്ത്യൻ ജേർണൽ ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ജേർണൽ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ജേർണൽ ഓഫ് പീഡിയാട്രിക്സ്, ജേർണൽ ഓഫ് ഫാമിലി വെൽഫെയർ, നഴ്സിംഗ് ജേർണൽ ഓഫ് ഇന്ത്യ, നഴ്സിംഗ് ടൈംസ്, പീഡിയാട്രിക്സ് ടുഡേ, ദെൻ പീഡിയാട്രിക് ക്ലിനിക്സ് ഓഫ് ഇന്ത്യ, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ടുഡേ, ദെൻ ന്യൂട്രീഷൻ ടുഡേ, oncology times, then orthopedic nursing, outcomes management, plastic surgical nursing, professional class management, then quality management in healthcare, topics in clinical nutrition, topics in emergency medicine, topics in geriatric rehabilitation, topics in language disorder. ഇങ്ങനെ ഒരുപാട് ജേർണൽസ് ഉണ്ട്. അത് കൂടുതൽ ജേർണലിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല. ന്യൂസ് പേപ്പർ ഈസ് എ പബ്ലിക്കേഷൻ കണ്ടെയ്നിങ് ന്യൂസ്, ഇൻഫർമേഷൻ ആൻഡ് അഡ്വർടൈസിങ്. ദെൻ ജനറൽ ഇൻട്രസ്റ്റ് newspaper often features articles on political events, crime, business, art, entertainment, society and sports. Most traditional papers also feature an editorial page containing columns that express the personal opinion of the writers. പിന്നെ അതുകൂടാതെ സപ്ലിമെൻ്ററി സെക്ഷൻ മേ കണ്ടെയ്ൻ അഡ്വർടൈസിങ്, കോമിക്സ്, then a wide variety of material has been published in newspapers including editorial options, editorial opinions, then criticism, persuasions,
then obituaries, entertainments, features such as crosswords, then horoscope, weather news and forecast, advice, gossip, then food and other columns, critical review of movies, plays and restaurants, etc. It is not without reason that Nursing Standard is the UK's number one subscription nursing weekly. Our reputation for bringing you exclusive and up-to-date minute coverage on issue that affect nursing പ്രാക്ടീസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചില ഇമ്പോർട്ടൻറ്റ് ന്യൂസിനകത്തൊക്കെ ചില ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെന്നും പത്രം വായിക്കുന്നത് നമുക്കറിയാം ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്ന യൂണിറ്റിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.